അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലി കുല്ലിഹിം വസ്സഹാബത്തി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ഇസ്ലാമിക് ചാനലിലൂടെയാണ് ഈ സംപ്രേഷണങ്ങൾ മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വ്യത്യസ്തമായ അറിവുകൾ, ഒരുപാട് വ്യത്യസ്തരായ ഉസ്താദുമാർ, അറിവുകളുടെ നിറകുടമായ കാരുണ്യത്തിന്റെ ഉറവിടമായ ഉസ്താദുമാർ ഒക്കെ ഒരുപാട് അറിവുകളെ കുറിച്ച് കിതാബിന്റെ ഉദ്ധരണിയോടുകൂടി നിങ്ങളോടൊക്കെ സംസാരിക്കലുണ്ട്. അൽഹംദുലില്ലാ, അതിൽ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കി അൽഹംദുലില്ലാ നമ്മുടെ ഈ ചാനലിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്നോണം അൽഹംദുലില്ലാ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് അറിയിക്കുകയും നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ രേഖപ്പെടുത്തിയ ആളുകളും ഉണ്ട്. ഈ അടുത്ത് ഒരു സഹോദരി അൽഹംദുലില്ലാ നമ്മുടെ ഇതിലൂടെ ഒരു അറിവ് കേൾക്കുകയും അത് നല്ല രീതിയിൽ ഉസ്താദെ മനസ്സറിഞ്ഞ് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്തോഷം നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി അനവധി ആളുകൾ നമ്മളുമായി ബന്ധപ്പെടുകയും ദുആ വസിയത്ത് നടത്തുകയും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മുഹറം മാസമാണ്. മുഹറം മാസത്തെക്കുറിച്ച് യൂട്യൂബുകളിലൂടെയും മറ്റും ധാരാളം കേട്ടവരാണ് നമ്മുടെ സഹോദരന്മാർ, ഗൾഫ് രാജ്യത്തുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ. ഈ മുഹറം എന്നുള്ളത് മുസ്ലിമിന്റെ ഒരു ന്യൂ ഇയർ ആണ്. നമ്മുടെ ചില ന്യൂ ഇയറുകൾ ആഘോഷിക്കപ്പെടുന്നത് മദ്യലഹരിയിലും അതുപോലെ തന്നെ അസഭ്യം നിറഞ്ഞ കോമാളിത്തരങ്ങൾ കാട്ടിയും ഒക്കെയാണ് തുടക്കം എല്ലാവരും ആഘോഷിക്കപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ന്യൂ ജനറേഷന്റെ ആഘോഷം അങ്ങനെയായി മാറിയിരിക്കുകയാണ്. ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ ആഘോഷം എന്ന് പറയുന്നത് അത് പരിശുദ്ധമായ മുഹറം മാസമാണ്. ഈ പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് സന്തോഷിക്കാം. ഒരു പുതുവർഷം എന്നതിലുപരി നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ഓരോ പുതുവർഷങ്ങളും നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരെണ്ണം കൊഴിഞ്ഞുപോയി എന്നുള്ളതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. കാരണം നമ്മൾക്ക് ഓരോ വർഷങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ ചെറുപ്പത്തിലേക്ക് പോകുമല്ലോ, നമ്മള് ഓൾറെഡി നമ്മുടെ പ്രായം കൂടി വരികയാണ് എന്നുള്ളതാണ് ഓരോ വർഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ടുന്നത്. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കുറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വർഷം കടന്നു പോകുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം പോയിരിക്കുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ ഇവിടെ പറയുകയാണ്. ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു വസിനു അഅമാലകും ഖബല അൻ തുസനു. ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോട്ടം നല്ലതാണ്. അള്ളാഹു ആകുന്ന അധികാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സമയം മരണപ്പെട്ടു പോയാൽ ലോകരക്ഷിതാവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ഓർത്താൽ നല്ലത് എന്ന് ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. വൽ തൻളുർ നഫ്സും മാ ലിഖദ്ദമത്തി ഗദിൻ. നാളേക്ക് വേണ്ടി പാരത്രികമാകുന്ന ലോകത്തിന് വേണ്ടിയിട്ട് എന്താണ് നീ കരുതി വെച്ചിട്ടുള്ളത് എന്ന് ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കാര്യം ഓർമ്മയിലിരുന്നാൽ നല്ലതാണ്. തുടക്കം നന്നായാൽ ഒടുക്കവും നല്ലതാണ്. ഈ ഒരു മാസം കുടുംബത്തിന് വിശാലത കാണിക്കുകയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇഖ്ലാസോടുകൂടി ജീവിക്കുകയും പഴയതിൽ നിന്നൊക്കെ മാറി നല്ല രീതിയിൽ ഒരു ജീവിതം കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ മാസം നല്ലതാണ്. അതല്ല ഈ മാസവും കടന്നു വന്നിട്ട് പഴയതുപോലെ മാറ്റങ്ങളൊന്നും ഇല്ല, മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതവും അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് തുടക്കം നന്നായാൽ ഒടുക്കവും നല്ലതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആദ്യമായി ലോകത്ത് മഴ വർഷിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് അയച്ചതും മുഹറം മാസത്തിലാണ്. ആകാശ ഭൂമി ലോകങ്ങളെ സൃഷ്ടിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത മാസം അത് പരിശുദ്ധമായ മുഹറം മാസമാണ്. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസത്തിൽ ഒന്നാണ് ഈ മുഹറം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോമ്പെടുക്കാൻ
നോമ്പിൽ പ്രത്യേകം സുന്നത്താണ്. തസ്വാ, ആശൂറ എന്ന് പറയുന്ന രണ്ട് സുന്നത്തായ നോമ്പുകൾ, ശക്തിമത്താക്കപ്പെട്ട നോമ്പുകൾ ഇതിലുണ്ട്. ഇതിന്റെ പിന്നിൽ ധാരാളം ചരിത്രങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് സമയം പോലെ പറയാം. ഈ പരിശുദ്ധമായ ദിവസത്തിൽ ഒരു മനുഷ്യൻ ആദ്യത്തെ 10 മുഹറത്തിന്റെ തുടക്കത്തിന്റെ ആദ്യത്തെ 10 ഒരു മനുഷ്യൻ 313 ബിസ്മി എഴുതി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ ഓരോ അക്ഷരങ്ങളാണെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ മുഴുവനായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ചാൽ അവന്റെ ജീവിതത്തിൽ ആ വർഷക്കാലം പരീക്ഷണങ്ങൾ ഉണ്ടാകില്ല എന്ന് മഹാന്മാരാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചില ആളുകൾ കേട്ടിട്ട് ചില കമന്റുകൾ പറയാറുണ്ട്, ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും എഴുതി ബിസ്മി സൂക്ഷിച്ചാൽ മതിയായിരുന്നല്ലോ ഉസ്താദെ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളുടെ കമന്റുകൾ വായിക്കലും കേൾക്കലും ഒക്കെ ഉണ്ട്. പക്ഷേ ഈമാൻ വേണം. ഇത് പറയുന്നത് സാധാരണക്കാരല്ലല്ലോ, അള്ളാഹുവിലായി മുഴുവൻ സമയങ്ങളും അള്ളാഹുവിലായിട്ട് മുഴുവൻ സമയങ്ങളും കഴിച്ചുകൂട്ടിയ മഹാന്മാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഉൾക്കൊള്ളണമെങ്കിൽ സ്വല്പം ഈമാനെങ്കിലും മനസ്സിലുണ്ടാകണം. അവരെ കുറിച്ചൊരു വിശ്വാസം ഉണ്ടാകണം, മഹാന്മാരിലൊരു വിശ്വാസം ഉണ്ടാകണം, അള്ളാഹുവിന്റെ കിതാബിലും ഖുർആനിലും ഹദീസിലും ഒരു വിശ്വാസം ഉണ്ടാകണം. ആ ഒരു സമയത്ത് 313 ബിസ്മി എഴുതി സൂക്ഷിച്ചാൽ അവൻ ആ ഒരു വർഷക്കാലം അള്ളാഹു ആ ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് അവനെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കാത്തുരക്ഷിക്കുകയാണ്. അവൻ ആ വർഷം അള്ളാഹു സമാധാനം കൊടുക്കുകയാണ്, സന്തോഷം കൊടുക്കുകയാണ്, ആനന്ദം കൊടുക്കുകയാണ്. മനസ്സ് നിറയെ അള്ളാഹു ആ ബിസ്മി അവന്റെ കാലം എത്ര കാലം അവൻ സൂക്ഷിക്കുന്നുവോ ആ വർഷം അള്ളാഹു അളവറ്റ അനുഗ്രഹം അവനിക്ക് കൊടുക്കുകയാണ്. ഈ ഒരു അറിവ് പങ്കുവച്ചതിൽ അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്. അള്ളാഹുവെ, ഇത് എഴുതി വെക്കുന്ന ആളുകൾക്കെല്ലാം നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഗൾഫ് രാജ്യത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, സഹോദരങ്ങൾ, എല്ലാ ആളുകൾക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരിമാർക്ക് നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് വ്യത്യസ്തമായ ദുആ വസിയത്ത് നടത്തുന്ന ആളുകളുണ്ട്. മക്കളുടെ വിവാഹം ശരിയാവാൻ, നല്ല ജോലി ലഭിക്കാൻ, നല്ല കുടുംബ ബന്ധമുണ്ടാകാൻ, ഭർത്താവിന്റെ അവിഹിതമായ ബന്ധങ്ങൾ മാറിക്കിട്ടാൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് പരാതികളും ഒരുപാട് വിഷമങ്ങളും അനുഭവിക്കുന്ന സഹോദരിമാരുണ്ട്. എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റഹ്മാനെ. കടങ്ങളുള്ളവർക്ക് നീ കടങ്ങൾ വീട്ടി കൊടുക്കാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഗൾഫ് രാജ്യത്ത് നിൽക്കുന്ന പ്രവാസികൾക്ക് അവർക്ക് റബ്ബേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നിരന്തരമായി ഞങ്ങളുടെ ചാനലിലൂടെ ഒരുപാട് അറിവുകൾ കേൾക്കുന്നവർ എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഗൾഫ് രാജ്യത്ത് നിൽക്കുന്ന പാവപ്പെട്ട പ്രവാസികളുടെ ബിസിനസ് മേഖലകൾ, അവരെ എല്ലാ മഹാമാരിയിൽ നിന്ന് നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം ഈമാൻ നീ സലാമത്തിലാക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരിമാരെ, ഇത് നിങ്ങൾ കേട്ടതിന് ശേഷം ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും പരമാവധി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതുപോലത്തുള്ള വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കൽ സദഖയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൗഫൽ അസ്ഹരി കൊല്ലം.